अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। नया सबक, ज़र्रों को भी इंसान बना दो। एक मायनेदार सबक है और शायरी भी है जिसको सीमाब अकबर आबादी ने लिखा है। इसमें कहा गया है कि पढ़ना और लिखना, इल्म हासिल करना एक अहम चीज़ है। एक पढ़े लिखे वाला होना एक बाइज़्ज़त काम है। यानी जिसको इज़्ज़त मिलना है, ज़रूर बहुत ज़्यादा दौलत मिलने से या और कुछ होने से इज़्ज़त नहीं होती, बल्कि ज़्यादा से ज़्यादा इल्म हासिल करने से हम बाइज़्ज़त होते हैं। और सिर्फ़ हम पढ़ने से हमारी ज़िम्मेदारी, हमारे फ़र्ज़ नहीं उतारी जाएगी, बल्कि दूसरों को पढ़ाना भी ज़रूर है। और हमारे बस्ती में, हमारे इस वतन में जहाँ जहालत फैली हुई है, वहाँ हमारे इल्म की रोशनी से हमारे मुल्क को, हमारे वतन को रोशनदान करने के लिए कोशिश भी करना है। നമ്മുടെ പുതിയ പാഠം ज़र्रों को भी इंसान बना दो എന്ന പാഠം, അതിൻ്റെ വാക്കർത്ഥം ഓരോ തരികളെയും, ദർറ എന്ന് പറഞ്ഞാൽ തരി എന്നാണ് അർത്ഥം, ഓരോ തരികളെയും മനുഷ്യനാക്കൂ എന്നാണ്. അപ്പോൾ മനുഷ്യൻ ആകുന്നതിൻ്റെ അതിൻ്റെ പ്രധാന അടിസ്ഥാനമായിട്ട് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇൽമാണ്, വിജ്ഞാനമാണ്, പഠനം ഇല്ലാതെ ഒരു മനുഷ്യൻ എന്ന സ്ഥാനം ലഭിക്കുന്നില്ല. ഇസ്സത്ത് വേണോ പഠനത്തിലൂടെ ലഭിക്കുള്ളൂ. പഠനത്തിനെ ഒരു ഇസ്സത്തായിട്ട് കാണണം. പിന്നെ നമ്മൾ സ്വന്തം പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരെയും എത്രമാത്രം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ തരികളെയും, മണൽ തരികളെയും നമുക്ക് ഇൽമു പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൽമു പഠിപ്പിച്ച് നമ്മുടെ നാടിനെ പ്രകാശിതമാക്കി തീർക്കണം എന്ന വളരെ അർത്ഥസമ്പൂർണമായ ഒരു കവിതയാണ് ज़र्रों को भी इंसान बना दो എന്ന ഈ കവിത. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വരികളിലേക്ക് പ്രവേശിക്കാം. വളരെ എളുപ്പമുള്ള വരികളാണ്, തീരെ പ്രയാസമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ए अहले वतन जाने वतन बन के दिखा दो, तुम खाक के ज़र्रों को भी इंसान बना दो. इंसान वो है इल्म की जिसमें हो तजल्ली, हैवान को कभी इल्म मिला हो तो बता दो. खुद भी पढ़ो बनने के लिए आलिम व कामिल, अनपढ़ कोई मिल जाए तो उसको भी पढ़ा दो. हो इल्म तो फिर क्या नहीं इम्कान में तुम्हारे, तुम चाहो तो जंगल को भी गुलजार बना दो. कांटों को जहालत के अलग काट के फेंको, तुम इल्म के फूलों से नया बाग खिला दो. है मुल्क में तफरीक जहालत के सबब से, तुम इल्म की क़ुव्वत से ये झगड़ा ही मिटा दो. बे इल्म का जीना भी है एक किस्म का मरना, जैसे तने बेरूह जला दो के दबा दो. ഇത്രയേ ഉള്ളൂ നമ്മുടെ വരികൾ, നമ്മുടെ കവിത. ए अहले वतन यानी इस वतन में रहने वालों, इस देश में रहने वालों, ഈ നാട്ടുകാരെ, ഈ രാജ്യക്കാരെ, जाने वतन बन के दिखा दो, इस बस्ती के लिए, इस वतन के लिए अपने जान बनकर दिखा दो. ഈ നാടിന് അതിൻ്റെ ജീവനായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. ഈ നാടിൻ്റെ ജീവനായിട്ട് നിങ്ങളെ കാണിച്ചു കൊടുക്കൂ. ए अहले वतन जाने वतन, ഈ രാജ്യക്കാരെ, ഈ ദേശക്കാരെ,
ഈ ദേശത്തിൻ്റെ ജീവനായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. തും ഖാക്ക് കെ സർറോं को भी इंसान बना दो. यहाँ के खाक के तमाम ज़र्रों को भी इल्म से भरी हुई इंसान के जैसे बना दो. इल्म से भरे हुए इंसान के जैसे बना दो. ഈ നാട്ടിലെ ഖാക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ്, ഖാക്ക് തും ഖാക്ക് കെ സർറോं को भी, ഈ മണ്ണിൻ്റെ തരികളെ പോലും, തും ഖാക്ക് കെ സർറോं को भी, ഈ മണ്ണിൻ്റെ തരികളെ പോലും इंसान बना दो, മനുഷ്യനാക്കി തീർക്കൂ. यानी इंसान से मुराद यहाँ एक आलिमो कामिल मुराद है. आलिमो कामिल इंसान, यहाँ तो इंसान, शायर को इंसान से क्या मुराद है ये बयान करना चाहता है. ഇൻസാൻ വോ ഹെ, ഇൻസാൻ എന്നാൽ കവിയുടെ ഉദ്ദേശം മനുഷ്യൻ എന്നാൽ ആരാണ്? ഇൽമ की जिसमें हो तजल्ली, जिसमें इल्म की तजल्ली हो, जिसमें इल्म की तजल्ली हो. यहाँ तजल्ली हो यानी मुजारी होकर इस्तेमाल किया है, होना के मुजारी, यानी इसमें की तजल्ली होगा, होगा उससे मुजारी लिया है हो. इंसान എന്നാൽ ഇൽമ की जिसमें हो तजल्ली, ജിസ്മെ ഒരുത്തനാണ്, അദ്ദേഹത്തിൽ എന്തുണ്ട്? ഇൽമ की തജല്ലി ഹോ, ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രകാശം. തജല്ലി ആയിനി ശോഭ, പ്രകാശം, റോഷ്നി എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്നാൽ ആരാകുന്നു? ജിസ്മെ ഇൽമ की തജല്ലി ഹോ. और जो अनपढ़ हो वो एक इंसान नहीं हो सकता. ഒരു പഠിക്കാത്ത ഒരാൾ, ഒരു നിരക്ഷരനായ ഒരാൾ, അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റൂല എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഹൈവാൻ കോ കഭി ഇൽമ മിലാ ഹോ തോ ബതാ ദോ. ഹൈവാൻ കോ കഭി ഹൈവാൻ കോ ഇൽമ മിലാ തോ ബതാ ദോ. എപ്പോഴെങ്കിലും എന്തായി മൃഗങ്ങൾക്ക് ഇൽമ ലഭിച്ചാൽ അതും പറഞ്ഞു കൊടുത്തോളൂ. കഭി ഇൽമ മിലാ ഹോ തോ ഹൈവാൻ കോ ബതാ ദോ. സോറി, കഭി ഇൽമ മിലാ ഹോ തോ ഹൈവാൻ കോ ബതാ ദോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വല്ല ജ്ഞാനവും ലഭിച്ചാൽ നിങ്ങൾ അത് എന്ത് ചെയ്യൂ? മൃഗങ്ങൾക്കും മനുഷ്യരല്ലാത്ത മറ്റു മൃഗങ്ങൾക്ക് പോലും പറഞ്ഞു കൊടുക്കൂ. ഈ ലോകത്തുള്ള എല്ലാ ഓരോ മണൽത്തരികളടക്കം ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും നല്ല വിജ്ഞാനമുള്ളവരായി തീരട്ടെ. ഖുദ് ഭി പഠോ, ഖുദ് പഠോ കിസ്കെ ലിയെ ബന്നെ കെ ലിയെ ആലിമോ കാമിൽ. ഖുദ് ഭി പഠോ, സ്വന്തം പഠിക്കോ. ഖുദ് ഭി പഠോ എന്തിനു വേണ്ടിയിട്ട്? ആലിമോ കാമിൽ ബന്നെ കെ ലിയെ ഖുദ് ഭി പഠോ. ഒരു വലിയ പണ്ഡിതൻ, ആലിമ് കാമിൽ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച് നല്ല എല്ലാ ഓരോ കലകളിലും നല്ല പരിപൂർണ ജ്ഞാനമുള്ളവൻ, അതാണ് കാമിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ആലിമോ കാമിൽ ആവാൻ വേണ്ടിയിട്ട് ഖുദ് ഭി പഠോ, സ്വന്തം പഠിക്കൂ. അൻപढ़ कोई मिल जाए तो उसको भी पढ़ा दो. अनपढ़ यानी निरक्षरन, अनपढ़ यानी निरक्षरन. जो नहीं पढ़ा है वो है अनपढ़. अनपढ़ നിരക്ഷരൻ कोई मिल जाए तो, ഏതെങ്കിലും അൻപടിനെ നിരക്ഷരനെ കിട്ടിയാൽ ഉസ്കോ ഭി പഠാ ദോ, അവനെയും നിങ്ങൾ പഠിപ്പിക്കണം. പഠാ ദോ, पढ़ना उसके साथ पढ़ा दो. वो इमदादी फ़ील के जैसे इस्तेमाल किया गया है. यानी पढ़ने से इमदादी फ़ील देना इस्तेमाल किया गया है. देना के अम्र फ़ील है दो. പഠന എന്ന വെർബിൻ്റെ കൂടെ ഇംദാദി ഫീലായ ദേന ചേർത്ത് കൊടുത്തതാണ് എന്തായത്? പഠാദോ. പഠന എന്നല്ല, പഠാന എന്നതിൻ്റെ കൂടെ ദേന എന്ന് ചേർത്തതാണ് പഠാ ദോ. ദേന എന്നതിൻ്റെ അമ്രായ ദോ എന്നെടുത്തതാണ്.
പഠാന എന്നതിൻ്റെ എന്ന ഫീലിൻ്റെ കൂടെ എന്തായി, ദേന എന്ന ഇംദാദി ഫീൽ ചേർത്ത് ദേനയുടെ അമ്ര എടുത്തപ്പോഴാണ് പഠാദോ എന്നായത്. നേരത്തെ ബത്താദോ, ബത്താന എന്നതിലേക്ക് ദേന എന്ന ഇംദാദി ഫീൽ ചേർത്തപ്പോഴാണ് ബത്താദോ എന്നായത്. ബനാന എന്നതിലേക്ക് ദേന എന്ന് ചേർത്തപ്പോഴാണ് ബനാദോ, അതിലെ ദേനയുടെ അമ്ര എടുത്തപ്പോൾ ബനാദോ എന്നായി. ഓക്കെ. ഹോ ഇൽമ തോ ഫിർ ക്യാ നഹി ഇംകാൻ മെ തുമ്ഹാരെ. ഇംകാൻ മെ ഹോന പറഞ്ഞാൽ നിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുക, നിൻ്റെ കാബുവിൽ, നിൻ്റെ കൈപ്പിടിയിലാകുക. നിൻ്റെ നിനക്ക് സാധിക്കാത്തത് എന്തുണ്ടാകും. ഹോ ഇൽമത്തോ, ഇൽമ ഹോത്തോ, ഫിർ തുമ്ഹാരെ ഇംകാൻ മെ ക്യാ നഹി. ഇൽമ ഹോത്തോ ഫിർ തുമ്ഹാരെ ഇംകാൻ മെ ക്യാ നഹി. ഇൽമ ഹോത്തോ അറിവുണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ തുമ്ഹാരെ ഇംകാൻ മേ നിനക്ക് സാധ്യമാകാത്തത്, ക്യാ നഹി എന്താണ്, നിൻ്റെ ഇംകാനിലില്ലാത്തത് എന്താണ്. തുമ്ഹാരെ ഇംകാൻ മേ ക്യാ നഹി നിൻ്റെ ഇംകാനിലില്ലാത്തത് എന്താണ്, അഥവാ നിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത് എന്താണ്. ഇൽമുണ്ടെങ്കിൽ നിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത് എന്താണ്. ഇംകാൻ മേ ഹോന പറഞ്ഞാൽ കൈപ്പിടിയിലാവുക, എന്താവുക, ചെയ്യാൻ സാധിക്കുക. കാബൂമേ പാന എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ. കാബൂമേ ഹോന കൈപ്പിടിയിൽ ഒതുങ്ങുക. അറിവുണ്ടെങ്കിൽ പിന്നെന്താണ് നിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്. തും ചാഹോ തോ ജംഗൽ കോ ഭി ഗുൽസാർ ബനാദോ. ജംഗൽ, ഇവിടെ ജംഗൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു തീരെ പ്രകാശമെത്താത്ത, വികസനമെത്താത്ത ഒരു നാട്, ഒരു സ്ഥലം എന്ന രീതിയിലാണ് എന്തായിട്ടുള്ളത്, ജംഗൽ എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. കാടിനെ ജഹാലത്തിനോട് തഷ്ബീഹ് കിയാ ഗയാ ഹെ. അവിടെ തഷ്ബീഹാക്കിയതാണ്, സാദൃശ്യമാക്കിയതാണ്. തും ചാഹോത്തോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. तुम चाहोगे उससे മുസാരി ലിയാ ഗയാ ഹെ. തും ചാഹോ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ജംഗൽ കൊഭി കാടിനെയും, ഗുൽസാർ ബനാദോ എന്താക്കാം, പൂന്തോപ്പാക്കി തീർക്കാം. ഗുൽസാർ ബനാ ദോഗെ वो भी मुजारी लिया गया है. दो यानी यहाँ मुजारी के जैसे इस्तेमाल किया गया है. തും എന്ന് വന്നാൽ തും ചാഹോഗെ, തും ദോഗെ എന്നല്ലേ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ മുലാരി എടുത്തപ്പോൾ തും ചാഹോ തോ ജംഗൽ കൊബി ഗുൽസാർ ബനാദോ, ഇവിടെ ദോ എന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കാടിനെയും, അഥവാ ജഹാലത്തിൻ്റെ എന്തായ തനിരൂപമായ കാടിനെ വിജ്ഞാനത്തിൻ്റെ തനിരൂപമായ ഗുൽസാറാക്കിയിട്ട്, എന്തായിട്ട് പൂന്തോപ്പാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. कांटों को जहालत के अलग काट के फेंको. कांटों को जहालत के अलग काट के फेंको. जहालत के कांटों को अलग काट के फेंको. जहालत के कांटों को अलग काट के फेंको. കാണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മുള്ള് എന്നാണ് അർത്ഥം. കാണ്ട എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ് അർത്ഥം. ജഹാലത് കെ കാണ്ടോങ്കോ വിഡ്ഢിത്തരത്തിൻ്റെ, അജ്ഞതയുടെ മുള്ളുകളെ അലഗ് വേർതിരിച്ച്, അലഗ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച്, കാട്ടുകർ അതിനെ മുറിച്ചിട്ട്, കട്ട് കർക്കെ കാട്ടിനായനി കട്ട് കർണ അതിനെ മുറിച്ചിട്ട്, ഫേങ്കോ അതിനെ വേർതിരിച്ച് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, വലിച്ചെറിയണം. ഫേങ്കോ വലിച്ചെറിയൂ, ഫേങ്കോ വലിച്ചെറിയൂ. കാണ്ടോങ്കോ ജഹാലത് കെ അലഗ് കാട്ട് കെ ഫേങ്കോ. അജ്ഞതയുടെ മുള്ളുകളെ വേർതിരിച്ച് മുറിച്ചെടുത്ത് വലിച്ചെറിയുവിൻ. തും ഇൽമ കെ ഫൂലോൻ സന്നയ ബാഗ് ഖിലാദോ. ഇൽം ജഹാലത് കോ, ഇവിടെ ജഹാലത്ത് എന്നതിനെ നേരത്തെ ജംഗൽ എന്നതിനോട് ഉപമിച്ചു, ഇവിടെ കാണ്ട മുള്ള് എന്നതിനോട് ഉപമിച്ചു.
അതേ സ്ഥാനത്ത് ഇൽമ് എന്നതിനെ നേരത്തെ വരിയിൽ ഗുൽസാർ പൂന്തോപ്പ് എന്നതിന് ഉപമിച്ചു. ഇവിടെ ഫൂൽ പൂവ് എന്നതിനോടും ഇവിടെ ഉപമിച്ചിരിക്കുന്നു. തും ഇൽമ് കെ ഫൂലോൻ സെ ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ പൂവുകളാൽ നയാ ബാഗ് ഖിലാദോ പുതിയ തോപ്പ്, ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, പുതിയ തോട്ടം തന്നെ ഖിലാദോ ഖിൽന എന്ന് പറഞ്ഞാൽ വിരിയുക, പൂ വിരിയുക എന്നാണ് അർത്ഥം. ഖിലാന എന്ന് പറഞ്ഞാൽ വിരിയിക്കുക, ഖിൽന എന്ന് പറഞ്ഞാൽ പൂ വിരിയുക, പൂ വിടരുക എന്നാണ് അർത്ഥം. ഖിലാന എന്ന് പറഞ്ഞാൽ പൂ വിരിയിക്കുക. അപ്പോൾ തും ഇൽമ കെ ഫൂലോൻ സെ നയാ ബാഗ് ഖിലാദോ, यहाँ जो जहालत के कांटों से हमारे वतन बहुत मुश्किल में पड़ गए हैं, तो उन कांटों को अलग अलग काट कर फेंक दो और उसी जगह पर इल्म के फूलों से इस वतन को एक गुलजार बना दो, इल्म के फूलों से एक नया बाग ही खिला दो. പുതിയ ഇൽമിൻ്റെ പൂക്കളെ കൊണ്ട് ഒരു പുതിയ തോട്ടം തന്നെ നിങ്ങൾ വിരിയിക്കാൻ നോക്കൂ, നിങ്ങൾ ഒരു പൂന്തോപ്പ് തന്നെ നിങ്ങൾ വിരിയിക്കാൻ നോക്കൂ. ഹേ മുൽക്ക് മെ തഫരീഖ് ജഹാലത്ത് കെ സബബ് സെ, നമ്മുടെ നാട്ടിലുള്ള ഭിന്നിപ്പ്, അപ്പോൾ ഹേ മുൽക്ക് മെ തഫരീഖ് ജഹാലത്ത് കെ സബബ് സെ, നമ്മുടെ നാട്ടിലെ ഭിന്നിപ്പ്, തഫ്രീഖ് ഭിന്നിപ്പ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഭിന്നിപ്പ്, ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ പല ജാതികൾ, ഇത്തരത്തിലുള്ള പല ജാതി തഫ്രീഖാത്തുകൾ, പല ജാതി ഭിന്നിപ്പുകൾ, അതൊക്കെ ഉണ്ടാകാനുള്ള മർമ്മപ്രധാനമായ കാരണം എന്താണ്? ജഹാലത്ത്. അത് അജ്ഞത അവിടെ നിലനിൽക്കുന്നു എന്നത് കാരണത്താലാണ്. ഹേ മുൽക്ക് മെ തഫ്രീഖ് ജഹാലത്ത് ക സബബ് സെ, ഈ നാട്ടിലെ ഭിന്നിപ്പ് അത് അജ്ഞത കാരണത്താലാണ്. തും ഇൽമ കി ഖുവ്വത്ത് സെ യെ ജഗ്ഡാ ഹി മിട്ടാ ദോ, അപ്പോൾ ഈ അജ്ഞതകളെ, അജ്ഞത കാരണത്താലുണ്ടായ ഈ ഭിന്നിപ്പുകളെ ഇൽമ കി ഖുവ്വത്ത് സെ, വിജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് യെ ജഗ്ഡാ ഹി മിട്ടാ ദോ, പരസ്പരമുള്ള ഈ സംഘട്ടനങ്ങൾ തന്നെ തുടച്ചു നീക്കും. മിട്ടാദേന എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കുക, ഈ മിട്ടാന എന്ന് പറഞ്ഞാൽ മായ്ക്കുക, മിട്ടാന മായ്ക്കുക, തും ഇൽമ കി ഖുവ്വത്ത് സെ, വിജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് യേ ജഗ്ഡാഹി, ഈ വഴക്ക് തന്നെ മിട്ടാദോ, അത് മായ്ച്ചു കളയൂ. ഹേ മുൽക്ക് മെ തഫ്രീഖ് ജഹാലത്ത് കെ സബബ് സെ, हमारे मुल्क में फैली हुई ऐसी तफरीक़ें, यानी दीन के नाम से और जो और बहुत असबाब से यहाँ के मुल्क में तफरीक़ात हो चुकी है. ऐसी तफरीक़ की वजह ये तो जहालत ही है. तो हमारे इल्म से, इल्म की क़ुव्वत से ऐसी तफरीक़ात के वजह से जो झगड़ा हुआ है उनको मिटा देने की कोशिश करना है. बेइल्म का जीना है एक किस्म का मरना. बेइल्म का जीना, बेइल्म यानी अनपढ़, അജ്ഞൻ. ബേഇൽമ് ഒരു അറിവില്ലാത്തവൻ്റെ, ഒരു അജ്ഞനായ ആളുടെ ജീന, അദ്ദേഹത്തിൻ്റെ ജീവൻ. അല്ലെങ്കിൽ ഒരു അജ്ഞനായ ജീന എന്ന് പറഞ്ഞാൽ ജീവിക്കൽ, അജ്ഞനായ ജീവിക്കൽ എന്നത് ഏക് ഖിസ്മ ക മർന, അത് ഒരു ടൈപ്പ് മരണമാണ്. ബേ ഇൽമ ക ജീന, അജ്ഞനായവൻ്റെ ജീവിക്കൽ, അതെന്താകുന്നു? ഏക് ഖിസ്മ ക മർന, ഒരു തരത്തിലുള്ള മരണമാണ്. അഥവാ ഇൽമില്ലാതെ ഒരു മനുഷ്യനായി ലോകത്തിങ്ങനെ നടക്കുകയാണെങ്കിൽ അവൻ്റെ ജീവനും കൊണ്ട്, അവൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് അത്ര വലിയ ഉപകാരമൊന്നും കിട്ടാൻ പോണില്ല. മറിച്ച് ഏക് ഖിസ്മ ക മർന, അവനും ഒരു ജീവനറ്റ ശരീരവും
അത് ഒരുപോലെയാണ്. ബേ ഇൽമ കജീന ഭി, ഒരു അജ്ഞൻ്റെ ജീവനും ഏക് കിസ്മ കമർന ഹെ, ഒരു തരത്തിലുള്ള എന്താകുന്നു മരണമാകുന്നു. ജയ്സെ തനെ ബേ റൂഹ്, എപ്രകാരമുള്ള, ഏക് കിസ്മ കമർന, ഒരു തരത്തിലുള്ള മരണമാണ്, എപ്രകാരമുള്ള, ജയ്സെ തനെ ബേ റൂഹ്, ഒരു ആത്മാവില്ലാത്ത ശരീരം പോലെ. അപ്പോൾ റൂഹ് എന്നതിനെ ഇൽമിനോട് സാദൃശ്യപ്പെടുത്തി. തനെ ബേ റൂഹ്, റൂഹില്ലാത്ത ശരീരം എന്നതിനെ ജഹാലത്തിനോടും, ബേ ഇൽമ് അഥവാ അജ്ഞൻ എന്നതിനെ എന്തിനോട് സാദൃശ്യപ്പെടുത്തി? തനെ ബേ റൂഹ്, ആത്മാവില്ലാത്ത ശരീരത്തിനോട് സാദൃശ്യപ്പെടുത്തി. ജയ്സെ തനെ ബേ റൂഹ്, ആത്മാവില്ലാത്ത ശരീരം പോലെ. അത്തരത്തിലുള്ള ആളുകളെ ജലാദോ, അവരെയൊക്കെ എന്ത് ചെയ്യൂ? കത്തിച്ചു കളയുക. ജലാദോ, കത്തിച്ചു കളയുക. കെ ദബാദോ, അവരെയെല്ലാം എന്താക്കണം? പ്രഷർ, അങ്ങനത്തെ ശബ്ദങ്ങളെയെല്ലാം, അത്തരത്തിലുള്ള ആളുകളെയെല്ലാം എന്താകണം? അതിനെയൊക്കെ അമർത്തി കളയണം. അമർത്തുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്ത് ചെയ്യണം? അതൊന്നും ഉയരാൻ സമ്മതിക്കരുത്. ദബാന എന്ന് പറഞ്ഞാൽ നല്ല പ്രഷർ കൊടുത്ത് അങ്ങനെ അമർത്തുക എന്നാണ് ദബാന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേ ഇൽമ ക ജീന ബി ഹെ എക് കിസ്മ ക മർന, ബേ ഇൽമ ക ജീന ബി എക് കിസ്മ ക മർന है, यानी अनपढ़ के जीना, वो तो उसके जीवन से इस आलम को कोई फ़ायदा नहीं होती, बल्कि एक जाहिल और तने बे रूह दोनों भी बराबर के होते हैं. അപ്പോൾ ഒരു ജീവനില്ലാത്ത ശരീരവും എന്തില്ലാത്ത ഇൽമില്ലാത്ത ജീവിതവും രണ്ടും തുല്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ജലാദോ, അതിനെയെല്ലാം കത്തിച്ചു കളയണം. ഇനി ഉൻകോ, അവരെ ജീവനോടുകൂടെ കൊല്ലണം എന്നല്ല പറഞ്ഞത്. ദബാദോ, അവരെയൊക്കെ എന്താണ്? അമർത്തണം. അവരെയൊക്കെ അടിച്ചമർത്തണം എന്നല്ല, അവരെയൊക്കെ എന്ത് ചെയ്യണം? സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് അമർത്തി കളയണം. എന്നിട്ട് ഇൽമുള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വരണം. അവരെയൊക്കെ ഒതുക്കണം. അതാണ് ദബാന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒതുക്കിയിട്ട് നാട്ടിൽ ഇൽമ് പരത്തിയിട്ട് ഇൽമിൻ്റെ ആളുകൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് സീമാബ് അക്ബർ ആബാദിയുടെ സറോം കൊഭി ഇൻസാൻ ബനാദോ എന്ന കവിത. സോച്ചിയെ ഓർ ബതായിയെ, ഇവിടെ 7 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ വരികളുടെയും ആശയങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ഉള്ളത്. इंसान, इन लफ्ज़ों को मुतज़ाद लिखिए. इंसान, आलम, आलिम, ഫൂല്, ജീന, അൻപട്. ഇവിടെ ഇൻസാനി എന്നതിൻ്റെ നമ്മുടെ പാഠം ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻസാനി എന്നതിന് മുത്തദാദ് കണ്ടെത്തിയാൽ മതി. നമ്മുടെ പാഠത്തിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ ജുംലയിൽ പ്രയോഗിക്കാനുണ്ട് ഇൽമ്, തജല്ലി, ഗുൽസാർ, തഫ്രീഖ്, ഖുവത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.